ഇന്ന് നമ്മൾ ഒരു അവൽ മിച്ചറാണ് തയ്യാറാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കിയത് അമ്മയാണ്. ഇത് തയ്യാറാക്കിയത് അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ വന്നപ്പോൾ ഓർമ്മ വന്നു എന്നാൽ ഇന്നത്തെ ഐറ്റം അവൽ മിച്ചറാവാന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ അവൽ മിച്ചറിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാനും എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഏകദേശം ഒരു 10 പപ്പടം ഇതുണ്ടോ അരിഞ്ഞത് തന്നെ പ്രത്യേകതയുണ്ട്. ചെറിയതാക്കിയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു 3-4 തണ്ട് വേപ്പില, 5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി. ഇത് എല്ലാം കൂടെ ഇങ്ങനെ ചതച്ച് വെച്ചിരിക്കണേ കേട്ടോ. പിന്നെ ഒരു 250 ഗ്രാം അവൽ എടുത്തിട്ടുണ്ട്. അത്രയും തന്നെ കപ്പലണ്ടി. ഓക്കെ, ഇതാണ് ഇൻഗ്രീഡിയൻസ്. ഇനി കടുക് വരണുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ 2 പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് പപ്പടം വറുക്കാനും പിന്നെ നമ്മൾ അവൽ വറുക്കാനും കേട്ടോ. അവൽ വറുക്കണേൽ കുറച്ച് ഇത് ഒഴിച്ചിട്ട് അവലും കപ്പലിൻ്റെയും വറുക്കണം. ഓക്കെ, അവൽ വറുക്കുകയാണ് കേട്ടോ. ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തായിരുന്നേ. അത് ചേർത്തിട്ടാണ് അവൽ വറുത്തെടുക്കുന്നത്. ഇനി ഈ ചട്ടിയിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് പപ്പടം വറുത്തെടുക്കാം കേട്ടോ. നോക്കി ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ പപ്പടം അധികം കളറ് വരാണ്ട് ഇതാ ഇവിടെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആ സൈഡിൽ കുത്തുവാണ് അവൽ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പപ്പടം നമ്മളിവിടെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, മുഴുവനും വറുത്ത്. ഇനി അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ കപ്പലണ്ടി വറുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എണ്ണയിലേക്ക് കേട്ടോ കപ്പലണ്ടി ചേർത്തിന്. കപ്പലണ്ടി ഒന്ന് മുരിഞ്ഞ് പറഞ്ഞവർ അത് വറുക്കാം കേട്ടോ. അപ്പോൾ കപ്പലണ്ടി നമ്മളുടെ വറവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ അവലും പപ്പടവും കപ്പലണ്ടിയൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് തോന്നിയ ഒരു ഐഡിയയാണ്, നമ്മൾ മിക്സറിലൊക്കെ ഇത്തിരി പൊട്ടുകടല കാണുമല്ലോ, നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ചെയ്യാറില്ല. എന്നാലും ഞാൻ പറഞ്ഞു നമുക്ക് ഇത്തിരി പൊട്ടുകടലയും കൂടി വറുത്ത് നോക്കാം. നമ്മൾ ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ്. നല്ലൊരു ലേശം പൊട്ടുകടലയും കൂടി ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് പൊട്ടുകടല അതും കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നമുക്ക് പൊട്ടുകടലയും നമ്മൾ വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ചട്ടിയിലേക്ക് ഒരു ലേശം കടുക് പൊട്ടിക്കാൻ പാകത്തിന് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊക്കെ മൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഒഴിച്ച് എന്ന് വെച്ചാൽ ഇത് മൊരിയാൻ അത്രയും വെളിച്ചെണ്ണ വേണം. നമ്മൾ കടുക് ഇടണം കേട്ടോ. ഒരു ടീസ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട്. കറിവേപ്പില ചേർത്തും. ഇനി ചതച്ച് വെച്ചിരിക്കുന്നതെല്ലാം കേട്ടോ. അതായത് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഇപ്പം ഇത് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സറിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കേണ്ട. ഒരു 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളേ. ഇതിൽ നമുക്ക് സ്പേസ് ഉണ്ടാകുന്ന നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഉരുളിയിലേക്ക് മാറ്റാം കേട്ടോ. ഇടട്ടെ അവൽ ചേർത്ത് എല്ലാനും ഇനിയൊന്നുമില്ല. ഇതെല്ലാനും അങ്ങനെ കൂട്ടു. ലാസ്റ്റ് പപ്പടവും ചേർക്കാം കേട്ടോ. ഇതൊന്ന് നന്നായി മിക്സ് ആവട്ടെ. ഉരുളിയിലോട്ട് ഇട്ടരട്ടെ. ഞാനിതങ്ങ് ഉരുളിയിലേക്കാക്കിയപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ ഈസി ആണല്ലോ. ഇനി നമ്മൾ ലാസ്റ്റ് ഈ പപ്പടം ചേർക്കട്ടെ. പപ്പടവും കൂടി നമുക്ക് ചേർക്കാം കേട്ടോ. ഇനി വളരെ പതുക്കെ ഇത് മിക്സ് ചെയ്യണേ.
നോക്കിയേ ഇപ്പം നമ്മളുടെ അവൽ മിച്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആരും ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ എൻ്റെ അമ്മനെയും കൂടി നിങ്ങൾ ഓർക്കുമല്ലോ ആ സമയത്ത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കെ ബൈ.